തൃശ്ശൂർ പൂരം ഒരു വിഭാഗങ്ങളുടെ മാത്രം ആചാരമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നതായും നിക്കട്ടെ തൃശ്ശൂർ പൂരം ഒരു വിഭാഗങ്ങളുടെ മാത്രം ആചാരമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നതായി സർക്കാർ വിലയിരുത്തുന്നു. അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളോട് വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തിയതിലേക്ക് നമുക്ക് പിന്നീട് പോവാം. ആദ്യം ഇത് വെച്ച് തുടങ്ങാം. അപ്പോൾ തൃശ്ശൂർ പൂരം ഒരു വിഭാഗത്തിന്റെ മാത്രം പൂരം തന്നെയാണ്. ഹിന്ദു എന്ന വിഭാഗത്തിന്റെ മാത്രം പൂരമാണ് തൃശ്ശൂർ പൂരം. ഇനി അതല്ല എന്നൊന്നും പറഞ്ഞാൽ ആരും വരണ്ട. തൃശ്ശൂർ പൂരം ഇനിയിപ്പോൾ ഈ എഴുത്തുകാർ പല വിധത്തിലും എഴുതാം. അപ്പോൾ പാറമേക്കാവ്, തിരുവമ്പാടി എന്നുള്ള രണ്ട് വിഭാഗമാണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ട് വരും. ഹിന്ദു എന്ന വിഭാഗത്തിന്റെ പൂരാണ്. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെയൊക്കെ വീട്ടിൽ പല ഹിന്ദു കുടുംബങ്ങളിലായിട്ടുള്ള വീടുകളിലൊക്കെ ഈ സദ്യ പരിപാടികൾ, പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് സദ്യ പരിപാടി നടത്തും. അപ്പം അങ്ങനെ നടത്തുമ്പോൾ ഈ 4 കൂട്ടം കറിയും പപ്പടവും പായസമൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരനെ, അത്യാവശ്യ ആൾക്കാരനെ, ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അത്യാവശ്യമുള്ള ആൾക്കാരനെയൊക്കെ കുറച്ച് ആൾക്കാരനെ വിളിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ആ വിളിച്ചവർക്കൊക്കെ സദ്യ വിളമ്പണ സമയത്ത് നമുക്ക് കുറച്ച് ആൾക്കാർ നമ്മുടെ വേണ്ടപ്പെട്ട പരിചയക്കാരനെ നമ്മൾ വിളിക്കാൻ മറന്നു പോയവരായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള ആൾക്കാരനെയോ ആയിട്ട് മാറ്റി നിർത്തിയിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് അവിചാരിതമായിട്ട് കയറി വരികയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മളെന്താ ചെയ്യുക? നമ്മുടെ വീട്ടിലുള്ളതിനനുസരിച്ച് നമ്മൾ ഇലയിൽ ഒരു ഇല വെച്ച് അവർക്ക് വേണ്ട വിഭവങ്ങൾ, നമ്മുടെ ഉള്ള കഴിവിനനുസരിച്ചുള്ള വിഭവങ്ങളൊക്കെ വിളമ്പി എല്ലാവരും കൂടി ഇന്ന് സദ്യ ഉണ്ട് നല്ല തൃപ്തിയായിട്ട് വയറ് നിറച്ച് ഉള്ളതിന് പോലെ വയറ് നിറച്ച് പറഞ്ഞയക്കും. അങ്ങനെയല്ല അതിൻ്റെ ശീലങ്ങൾ. നമ്മുടെ ഈ അന്നം ബ്രഹ്മാണെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ള സംസ്കാരം അനുസരിച്ച് ഹിന്ദുക്കൾക്ക് അങ്ങനെയുള്ള ഒരു രീതികളാണ്. അപ്പോൾ അത് അങ്ങനെ സദ്യ ഉണ്ണാനായിട്ട് വന്നിട്ട്, അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 28 സദ്യ എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ സദ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വിളിക്കപ്പെടാത്തതായിട്ടുള്ള, നമ്മളോട് താല്പര്യമുള്ള, നമ്മുടെ കാര്യങ്ങളിലേക്ക് പങ്കെടുക്കണം എന്ന് താല്പര്യമുള്ളവരായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഊണ് കഴിക്കാൻ വന്ന ആൾ പറയണ്, കുട്ടിയുടെ പേര് ഞാൻ വിളിച്ചോളാം, അമ്മാമ്മൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്തോ ഇരുന്ന് പേര് വിളിക്കുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മൾ ഇരുന്ന് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇങ്കുലാബ് വിളിയൊക്കെ കൂടിയിട്ട് പേര് വിളി നടത്താമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമൊക്കെ കൊണ്ടുവന്നാലേ എണീറ്റ് പോട നാറുകളെന്ന് പറയും. ഇതാണ് ഞങ്ങളുടെ തൃശ്ശൂരുകാരുടെ ഭാഷ. അപ്പോൾ അത്ര തന്നെ ഇവിടെയും പറയാനുള്ളൂ. തൃശ്ശൂർ പൂരം ഒരു വിഭാഗങ്ങളുടെ പൂരമാണ്. ആ പൂരത്തിന് നമ്മുടെ പൂരത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ജാതി മതമൊന്നും നോക്കാൻ നമ്മൾ പൂരപ്പറമ്പിൽ എല്ലാവരും കൂടി വന്ന് ആനയുടെ ചന്തും ആനയുടെ അലങ്കാര ചന്തങ്ങളും അതുപോലെ തന്നെ മേളത്തിൻ്റെ ആ കൊഴുപ്പിൽ നിന്നിട്ടുള്ള ആട്ടം, പാട്ടുകൾ, ചാട്ടങ്ങൾ ഇതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. പക്ഷേ പൂരത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് പൂരത്തിന് ഏത് ആനേനെ നിർത്തണം, ആനയ്ക്ക് ഏത് തരത്തിലുള്ള നെറ്റിപ്പട്ടം കെട്ടണോ കെട്ടണ്ടേ, അതുപോലെ തന്നെ വെടിക്കിട്ട് എവിടുന്ന് തീ കൊളുത്തണം, ഇതൊക്കെ തീരുമാനിക്കാൻ വന്ന പ്രശ്നം അലങ്കോലവും. അപ്പം പൂരം മുടക്കികളോട് ആദ്യമായിട്ട് പറയാനുള്ളത്, പൂരം കാണാൻ വന്നാൽ പൂരം കണ്ടു മടങ്ങാം. പൂരത്തിൻ്റെ ആചാരവും അനുഷ്ഠാനമൊക്കെ തീരുമാനിക്കാൻ ഹിന്ദുജനങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾ തീരുമാനിച്ചിട്ടുള്ള ബോർഡ് അംഗങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ആ രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കോളും. നിങ്ങളത് നടത്താനുള്ള സുരക്ഷിതത്വം മാത്രം കൊടുത്താൽ മതി സർക്കാർ. അതല്ലാതെ പൂരത്തിന് ആനപ്പുറത്ത് രാമന്റെ കൊട കയറ്റണോ, കൃഷ്ണന്റെ കൊട കയറ്റണോ, അമ്പും വില്ലും കയറ്റണോ, ഇതൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ, അത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കാനായിട്ട് തടസ്സം സൃഷ്ടിക്കാനായിട്ട് പോലീസുകാരും മറ്റുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ പൂരം അലങ്കോലാവും. പണ്ടത്തെ ഹിന്ദുക്കളുടെ ആ ക്ഷമയൊന്നും ഇപ്പോഴത്തെ ഹിന്ദുക്കൾ ചിലർ കാണിച്ചൊന്നും വരില്ല. അപ്പോൾ പൂരം വലിയ രീതിയിൽ അലങ്കോലാവും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഞങ്ങൾ ഹിന്ദുക്കളെല്ലാവരും കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ചിലപ്പോൾ മാതാമൃതാനന്ദമയുടെ അല്ലെങ്കിൽ ഹിന്ദുത്വത്തോട് താല്പര്യമുള്ള മറ്റ് ഏതെങ്കിലും വലിയ തീവ്ര ഹിന്ദു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആൾക്കാരനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആനപ്പുറത്ത് കോലത്തിലും കൊടയിലൊക്കെ വെക്കുക. അപ്പം അതൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾ ഹിന്ദുക്കളുണ്ട് ഇവിടെ. അതിനൊന്നും കൈകടത്താൻ ഒരാളും വരണ്ട. വന്നാൽ വിവരം അറിഞ്ഞിട്ട് പോവുള്ളൂ എന്നുള്ളത് ഇപ്പം തന്നെ മനസ്സിലാക്കി വെച്ചോളൂ. അപ്പോൾ പൂരം ഹിന്ദുക്കളുടെ വടക്കുന്നാഥൻ്റെ പൂരം, പാറമേക്കാവിൻ്റെ പൂരം, തിരുവമ്പാടിയുടെ പൂരം, ചെറുപൂരങ്ങളുടെ പൂരം, ഉമ്മടെ പൂരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലോകർക്കെല്ലാവർക്കും തൃശ്ശൂർക്കാർ ക്ഷണം പൂരപ്പറമ്പിലേക്ക്. അല്ലാണ്ട് അമ്പലത്തിൽ കയറി പൂജ നടത്തണമെന്നൊന്നും പറഞ്ഞിട്ട് ആരും വരരുത്, ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടേ. ഇനി നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം പറഞ്ഞുതരാം.
അതെന്താന്ന് വെച്ചാല് നമ്മുടെ ഈ വടക്കുന്നാഥന്റെ ചുറ്റും നമ്മൾ ഗതാഗതമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന തൃശ്ശൂർ റൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു നല്ലൊരു ശതമാനം വരുന്നത് വടക്കുന്നാഥന്റെ ഭൂമിയായിട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ കുറച്ച് ഹിന്ദുക്കൾ ചേർന്നിട്ട് തീരുമാനം എടുത്തിട്ട് ഭഗവാനോട് ചെന്നിട്ട് പറയുന്നു, ഭഗവാനോട് നിർബന്ധമായിട്ട് ഇനി ഭഗവാന്റെ മണ്ണിൽ കൂടെ ഭഗവാന്റെ വണ്ടികൾ മാത്രം വിട്ടാൽ മതി, പൊതുജനത്തിന് ഗതാഗതം ഒന്നും ഒരുക്കേണ്ട കാര്യം ഭഗവാൻ ഇല്ല എന്ന് പറയുകയാണെങ്കിലേ, സ്ട്രോങ് ആയിട്ട് ഹിന്ദുക്കൾ പറയുകയാണെങ്കിലേ അത് തന്നെ അവിടെ നടപ്പിലാവും. അത് അങ്ങനെയും കൂടി ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ തൃശ്ശൂർ റൗണ്ടിൻ്റെ ഭൂരിഭാഗം മണ്ണും വടക്കുന്നാഥൻ്റെയാണ്. അപ്പം അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക അറിയാത്തവർ. പൂരം കലക്കികളോട് പ്രത്യേകമായിട്ടാണ് പറയുന്നത്. ഐസ്ക്രീം പട്ടിക്കഴുവേറി കുഞ്ഞുട്ടിയുടെയും മുറിയാസിൻ്റെയും തന്തയുടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൂരമല്ല തൃശ്ശൂർ നടത്തുന്നത് എന്നുള്ളത് ഇടതനെയും വലതിനെയും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. ഇനി അടുത്തത്, കണ്ണൂർ സ്വദേശിയായ വത്സൻ തില്ലങ്കേരിയെ പൂരത്തിൻ്റെ യോഗത്തിന് വിളിച്ചത് ഗൂഢാലോചനയ്ക്കാണ് എന്ന്. അപ്പോൾ അതിനൊരു മറുപടി പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഹിന്ദുധർമ്മം അനുസരിച്ചുള്ള കാര്യങ്ങൾ, നമ്മുടെ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ, അതുപോലെ ഹിന്ദുജന സംഘടനകളുടേതായിട്ടുള്ള നേതാക്കന്മാരൊക്കെ നമ്മുടെ ഈ ഇത്തരം കാര്യങ്ങളിൽ യോഗത്തിന് പങ്കെടുക്കാൻ ക്ഷണിച്ചാതിരിക്കുമ്പോഴോ വന്നു കഴിഞ്ഞാൽ അവരോട് അതിൽ പങ്കെടുക്കണ്ടെന്ന് പറയേണ്ട കാര്യം നമുക്കില്ല. ഹിന്ദുക്കളുടെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഹിന്ദുധർമ്മം അനുസരിച്ച് താല്പര്യമുള്ളവരായിട്ടുള്ള പലരും യോഗം ചേർന്നു എന്നും അതുപോലെ തന്നെ കൂടി ചേർന്നിരുന്നു എന്നൊക്കെ വരും. അതിന് നിങ്ങൾ ഇത്ര ചൊറിയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വത്തിക്കാനിലെ മറ്റേ പോപ്പിനെ വിളിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റേ മെക്ക മദീനയുടെ ഉസ്താദിനെ വിളിച്ചിട്ടോ നമ്മൾ പൂരം നടത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കണു, പാറമേകാവിൻ്റെയും തിരുവമ്പാടിയുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ തമ്മിൽ യോഗം ചേരണ സമയത്ത് ഹിന്ദുജനങ്ങളായിട്ടുള്ള കാര്യങ്ങളും അതുപോലുള്ള ആൾക്കാരും തന്നെയാണ്, വ്യക്തികൾ തന്നെയാണ് അതിൽ പങ്കെടുക്കുക. അത് ഗൂഢാലോചനയ്ക്കാന്നൊക്കെ സംശയിക്കുകയാണെങ്കിൽ അതിനുള്ള നേരം ഉണ്ടാവുള്ളൂ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് സർക്കാരാണ് പൂരം അലങ്കോലമാക്കിയതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നതായും വിലയിരുത്തുന്നു. ഇപ്പം എന്താ മനസ്സിലായേ? ആരുടെ മോനെ പോലീസ്? നമ്മുടെ പോലീസ്, കേരള പോലീസ്. ആരെ മോനെ ഭരിക്കണേ? നമ്മുടെ പാർട്ടി ഇടതുപക്ഷം, ഹൃദയപക്ഷം. ആരെ മോനെ ആഭ്യന്തരമന്ത്രി? നമ്മുടെ തലവൻ്റെ കീഴിൽ. അപ്പം ഇതൊക്കെ നടന്നിട്ട് നമ്മുടെ ശബരിമല ആചാര ലംഘന സമയത്ത് നമ്മുടെ ജനങ്ങളെല്ലാവരും കണ്ടതാണ്. പ്രത്യേകമായിട്ട് സെക്യൂറായിട്ടുള്ള രീതിയിൽ പ്രത്യേകമായിട്ടുള്ള വനിതകളെ ഇരുട്ടിൻ്റെ മറവിലൊക്കെ കൊണ്ടുപോയി കയറ്റി എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ണാൽ കണ്ട തെളിവ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് ഇവിടെ മനുഷ്യജാതിയിലായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ പൂർവ്വ ചരിത്രത്തിലുള്ള നിങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു മനഃപൂർവ്വമായിട്ട് സർക്കാർ ഇങ്ങനെ ഒരു പൂരം അലങ്കോലമാക്കാനുള്ള ശ്രമം ഉണ്ടായിന്ന് ജനങ്ങൾ വിശ്വസിച്ചാൽ അവരെ എങ്ങനെ തെറ്റു പറയാൻ സാധിക്കും? അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ആരുടെയാ? ഈ പോലീസ് നമ്മുടെ ഭരണപക്ഷത്തിൻ്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന അതിന് കീഴിൽ വരുന്നതാണ് നമ്മുടെ ഈ പോലീസ്. ആ പോലീസിനെ ചൂലുകെട്ട് അഴിച്ചിട്ട് പോലെ പരത്തിന്ന് കാരണവന്മാർ, പണ്ടത്തെ കാരണവന്മാർ അങ്ങനെയാണ് പറയാം, ചൂലുകെട്ട് അഴിച്ചിട്ട് പരത്തിയ പോലെ പോലീസുകാരനെ നിർത്തിയിട്ട് അവർ മുഴുവൻ ഷൂ ധരിച്ചുകൊണ്ട് ബൂട്ട് ധരിച്ചുകൊണ്ട് വടക്കുന്നാഥൻ്റെ ക്ഷേത്ര പ്രദക്ഷിണ ഭൂമിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ആ ക്ഷേത്രത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളായിട്ടുള്ള ആനയ്ക്കുള്ള പട്ട തുടങ്ങിയവയൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന പാപ്പാന്മാരനെ തടഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുടമാറ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരെയൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആരുടെ പ്രേരണയാൽ, ആരുടെ നിർബന്ധത്താൽ അല്ലെങ്കിൽ ആരുടെ ഓർഡർ പ്രകാരം ചെയ്തു എന്നുള്ളത് ജനങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരെ എങ്ങനെ തെറ്റു പറയാൻ പറ്റും? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ മനഃപൂർവ്വമാണ് സർക്കാരാണ് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതെന്നൊക്കെ ജനങ്ങൾ പറഞ്ഞാൽ അവരെ തെറ്റു പറയാനൊന്നും സാധിക്കില്ല. മോനെ വിജയ, നീ എന്ത് ചെയ്തു? ഇത്തരം കൃത്യങ്ങളൊക്കെ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ എന്ത് നടപടി സ്വീകരിച്ചു? ട്രാൻസ്ഫർ, പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറാ? ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറോ ആണോ ഇതിന് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു മറുപടി? സർവീസിൽ നിന്ന് നിർബന്ധിത വിരമനം കൊടുക്കണം. ഡിസ്മിസൽ ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ. ഇത്തരം കൽപ്പിച്ചു കൂട്ടി ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന നല്ലൊരു ഉത്സവത്തിന് നേരെ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഉണ്ടായി, അതുപോലെ ആചാരത്തിന് നേരെയുള്ള ക്രൂരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്മിസൽ ഓർഡർ അടിച്ച് എന്തുകൊണ്ട് കൈ കൊടുത്തില്ല?
അപ്പോൾ അതും മറ്റേ പ്രീണനത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാലേ ജനങ്ങളെ തെറ്റൊന്നും പറയാൻ സാധിക്കില്ല കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് മനസ്സിലാക്കിക്കൂടാ. അപ്പൊ അടുത്ത കൊല്ലത്തെ പൂരത്തിന് പൂരപ്പറമ്പിലേക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ഷണം കൂടി നിർവഹിച്ചുകൊണ്ട്, അതായത് ഞങ്ങൾ ഹിന്ദുക്കളുടെ പൂരം, നമ്മുടെ പൂരം, നമ്മുടെ തൃശ്ശൂർ പൂരം, പാറമേക്കാവിന്റെ പൂരം, തിരുവമ്പാടിയുടെ പൂരം, വടക്കുന്നാഥന്റെ പൂരം, ചെറുപൂരങ്ങളുടെ പൂരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂരപ്പറമ്പിലേക്ക് മാത്രം ആനയുടെയും അമ്പാടിയുടെയും അതുപോലെ പൂജാതി കർമ്മങ്ങളുടെയും ഇടയിലിട്ട് കോലിട്ടിളക്കാൻ വരരുത്.